ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അതായത് DRDOയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്ക്രീനിൽ കാണാം, ഇവിടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിലെ DRDOയുടെ ഒരു റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ, അതുപോലെ ഡിപ്ലോമ, ITI അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതായത് നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതോടൊപ്പം തന്നെ ഡിപ്ലോമ, ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമാണ്, ഒരിക്കലും ഇതൊരു ജോലിയല്ല, ഇത് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏപ്രിൽ 9 വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ISROയുടെയും അസിസ്റ്റന്റ് ലോക്കോവലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പം വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിലുണ്ടാകും സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് അപ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ചാനൽ കയറിയാലും 2 more ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ സ്റ്റഡി മെറ്റീരിയൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ അവിടെ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നോക്കാവുന്നതാണ്. ഇതിലുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വിവിധ ISROയുടെ വിവിധ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പം ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ്, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ബാംഗ്ലൂരാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് മാർച്ച് 12-നാണ്. അപ്പോൾ ഇവിടെ കാണാം, BE or BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ BCom, BSc, BA, BCA, BBA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനിയിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് വിളിച്ചിരിക്കുന്നതാണ്. അതായത് BE or BTech അതിന് ഇക്വലൻ്റായുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. മറ്റേത് ITIൻ്റെ എല്ലാം നമ്മൾ പറയും കേട്ടോ, ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BE or BTech കഴിഞ്ഞെങ്കിൽ അപ്ലൈ ചെയ്യാം, 30 വേക്കൻസിയാണ്. ദെൻ അടുത്തത് എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് BE or BTech കഴിഞ്ഞെങ്കിൽ അപ്ലൈ ചെയ്യാം, 15 വേക്കൻസിയാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് BE or BTech 10 വേക്കൻസിയാണ്. ഇതിനടുത്ത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 15 വേക്കൻസി. ഇതൊക്കെ BE or BTech കഴിഞ്ഞവർക്കാണ്. മെറ്റലർജി ഓർ മെറ്റീരിയൽ സയൻസിൽ BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇതിൽ 4 വേക്കൻസി. സിവിൽ എഞ്ചിനീയറിംഗ് അതിന് ഇക്വലൻ്റായിട്ട് BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 1 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 75 വേക്കൻസിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 18 വയസ്സാണ്. അപ്പോൾ ഈ പറയുന്ന 9/4/2023 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത് കേട്ടോ. 9/4/2023 എന്ന് പറയുന്ന ഈ ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ മിനിമം 18 മുതൽ നിങ്ങൾക്ക് എന്താണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, OBC ആണെങ്കിൽ 30, SC/ST ആണെങ്കിൽ 32, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 37 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അതായത് ഡിസിപ്ലിനിലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനീസ് തന്നെ നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയാണ്. BCom, BSc, BA, BCA, BBA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, BCom 10 വേക്കൻസി, BSc കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഈ തുടങ്ങിയിട്ടുള്ള അതത് ഡിസിപ്ലിനിൽ BSc കഴിഞ്ഞവരാണെങ്കിൽ ഒന്ന് BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഫിസിക്സ് കഴിഞ്ഞവർക്ക് മാത്തമാറ്റിക്സ്, BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 5 വേക്കൻസി ഉണ്ട് അതിൽ. പിന്നെ നിങ്ങൾക്ക് BA ഇംഗ്ലീഷോ ഹിസ്റ്ററിയോ ഫൈനാൻസോ ബാങ്കിങ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ആർട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന BA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, 5 വേക്കൻസിയാണ് അതിൽ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BCA കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, 5 വേക്കൻസി. BBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 5 വേക്കൻസി. അങ്ങനെ 30 വേക്കൻസി അത് വന്നിരിക്കുന്നത്. മിനിമം ഏജ് 18, ഏജ് കണക്കാക്കുന്ന തീയതി 9/4/2023 മാക്സിമം ഏജ് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 27 വയസ്സ്, OBC 30, SC/ST 32, ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 37 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന BCom, BSc, BA, BCA, BBA കണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിപ്ലോമ അപ്രന്റീസ് ട്രെയിനീസ് ആണ്. ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡിസൈനിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, 10 വേക്കൻസിയാണ്. then ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പോളിടെക്നിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം അതത് ഡിസിപ്ലിനിൽ. then അടുത്ത് വരുന്ന കമ്പ്യൂട്ടർ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 3 വേക്കൻസിയാണ്.
ഓക്കെ, അങ്ങനെ ആകെ മൊത്തം 20 വേക്കൻസിയാണ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. 18 മിനിമം ഏജ് കണക്കാക്കുന്ന തീയതി ഇവിടെ പറഞ്ഞു. ദെൻ ജനറൽ 27, OBC 30, SC/ST 32, PWD 37 വയസ്സാണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഡിപ്ലോമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്ത IT അപ്രൻറ്റീസ് ട്രെയിനിയാണ്. ഇതിലേക്ക് മെഷീനിസ്റ്റ് 3 വേക്കൻസി, ഫിറ്റർ 4 വേക്കൻസി, ടേണർ 3 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 3 വേക്കൻസി, വെൽഡർ 2 വേക്കൻസി, ഷീറ്റ് മെറ്റൽ വർക്കർ, ദെൻ കോപ്പ 8 വേക്കൻസി. ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതത് ട്രേഡുകളിൽ നിങ്ങൾ എന്താണ് ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI NCVT ആണെങ്കിലും SCVT ആണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം ഏജ് 18, മാക്സിമം എന്താണ് ജനറൽ ആണെങ്കിൽ 27, OBC ആണെങ്കിൽ 30, SC/ST 32, PWD 37 വയസ്സാണ്. ഇനി ഇതിലേക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് 12 മാസമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് തുടങ്ങി നിങ്ങൾക്ക് 1 വർഷമാണ് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ BE BTech ഡിപ്ലോമ അതുപോലെ BCom BSc BA BCA BBA കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നാറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ നാറ്റ്സിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഇതാണ് നാറ്റ്സിൻ്റെ ഹോം പേജ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ് ഹോം പേജ്. ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് റെഡിയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളോട് യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മെയിൽ ID കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, സെൻഡ് OTP വെരിഫൈ ചെയ്ത് നമ്മളത് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ചെയ്തു പോകാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാവും, വേണമെങ്കിൽ അതൊക്കെ റെഫറൻസ് ആയിട്ട് എടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ഇതിലെന്ത് ചെയ്യണം, ഒരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് രജിസ്ട്രേഷൻ ചെയ്ത ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പർ എന്ത് ചെയ്യണം, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ പറയുന്ന DRDOൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ രജിസ്ട്രേഷൻ നമ്പർ അതിൽ കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇനി ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് അറിയാവുന്ന വെബ്സൈറ്റാണ് നാപ്സ്. അപ്പോൾ ഈ അപ്രന്റീസ്ഷിപ്പ് വെബ്സൈറ്റ് നാപ്സിൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് അതാണ്. അപ്പോൾ സ്റ്റേജ് 1 ഞാൻ പറഞ്ഞു. ഇപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന BE BTech ഡിപ്ലോമ BCom BSc BA BCA BBA കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ നാറ്റ്സിലാണ്, നാറ്റ്സിലാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ എന്തിനാണ്, നാപ്സ് NAPSലാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ. അത് രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളത് അതുവഴിയല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ നമ്മളെന്താണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഡീറ്റെയിൽ കൊടുത്തിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കൽ നിർബന്ധമാണ്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഈ പറയുന്ന അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറയാം കേട്ടോ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഒന്നാമത്തെ ഘട്ടം നമ്മളത് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവിടെ BE BTech ഡിപ്ലോമ അതുപോലെ BCom BSc BA BCA BBA കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, ഓക്കെ, ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ കാര്യമല്ല പറയുന്നത്. BE BTech ഡിപ്ലോമ BCom BSc BA BCA BBA കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ 2021, 2022, 2023 ഈ പറഞ്ഞിരിക്കുന്ന വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. 2020 നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2019 നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പറ്റില്ല. ഓക്കെ, അപ്പോൾ 2021, 22, 23 ലാസ്റ്റ് 3 ഇയറിൻ്റെ ഉള്ളിൽ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതായത് നമ്മുടെ റിസൾട്ട് വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ 2021 അല്ലെങ്കിൽ നമ്മുടെ 2022 അല്ലെങ്കിൽ 2023 അപ്പോൾ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട ഡേറ്റ് ആ ഒരു വർഷമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2021 പഠിച്ചിറങ്ങിയവർക്ക് അപ്ലൈ ചെയ്യാം, 2022 പഠിച്ചിറങ്ങിയവർക്ക് അപ്ലൈ ചെയ്യാം, 2023 പഠിച്ചിറങ്ങിയവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 2020 2019 2018 ഒന്നും അങ്ങോട്ടൊന്നും പഠിച്ചിറങ്ങിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവർ എലിജിബിൾ അല്ല. അപ്പോൾ ഇതാണ് അപ്രന്റീസ്ഷിപ്പിൻ്റെ കാര്യം. അപ്പം പലരും അപ്രന്റീസ്ഷിപ്പ് ചെയ്യാതിരിക്കും, പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും, അവർക്ക് ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൽ നമുക്ക് പിന്നീട് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം നമുക്ക് അപ്രന്റീസ്ഷിപ്പിൻ്റെ റൂൾ പ്രകാരം നമ്മൾ പഠിച്ചിറങ്ങി ആ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം, ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ ഇതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓൾറെഡി നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ പാടില്ല. ITIക്ക് ഇത് ബാധകമല്ല കേട്ടോ, ജസ്റ്റ് ITയുടെ കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ ME or MTech അല്ലെങ്കിൽ MSc അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് ആണ്. എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിങ്ങൾക്ക് BE or BTech കഴിഞ്ഞവർക്ക് 9,000 per month കിട്ടും, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 8,000 per month, ITI കഴിഞ്ഞവർക്ക് 7,000 per month. ഇത് നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ജനറൽ സ്ട്രീമായുള്ള BSc BCom BBA BCA ഒക്കെ കഴിഞ്ഞവർക്ക് 9,000 per month ആണ് കിട്ടുക കേട്ടോ. ഇത് സ്റ്റൈപ്പൻഡ് ആണ്, ഇതൊരു
സാലറി ആയിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്, ഒരു നമുക്ക് ആ ട്രെയിനിങ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സഹായമാണ്. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്രന്റീഷിപ്പ് പല റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലും എന്താണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ഒരു വർഷം നിങ്ങൾ അതിൽ ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് ഒന്നെങ്കിൽ നിങ്ങളുടെ അക്കാദമിക് മെറിറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതായത് BTech അല്ലെങ്കിൽ നമ്മൾ IT അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ കിട്ടിയിരിക്കുന്ന മാർക്കിനനുസരിച്ച് BSc BCom ഇതിനൊക്കെ കിട്ടിയിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ആയിരിക്കും വിളിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് അവർ തീരുമാനിക്കും കേട്ടോ, അപേക്ഷയുടെ എണ്ണത്തിനും ഇതിനൊക്കെ അനുസരിച്ച്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ്, അത് ഞാൻ കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 21 മാർച്ചാണ്, ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ 9 ഇതിൻ്റെ ലിസ്റ്റൊക്കെ ഷോർട്ട് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന DRDയുടെ വെബ്സൈറ്റിൽ ഏപ്രിൽ 23 ആ ഒരു ഡേറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യും. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരിക. ഫൈനലി നമ്മൾ അപ്രന്റീഷിപ്പ് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ മെയ് 20 നമുക്ക് എന്താണ് അപ്രന്റീഷിപ്പിന് നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് തരുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലേക്ക് റിസർവ്ഡ് വേക്കൻസികൾ SC ST OBCക്കൊക്കെ റിസർവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേക്കൻസി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഫോർമാറ്റ് നിങ്ങൾ ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ സൈറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിക്ലറേഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും OBC ഡിക്ലറേഷൻ OBC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളിത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഈ സെയിം ഫോർമാറ്റിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സെയിം ഫോർമാറ്റ് വേണം. ഇനി SC ST ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും, SC ST എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് സെയിം ഫോർമാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിസർവേഷൻ ബെനിഫിറ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പേജിൽ വന്നാൽ ഇപ്പോൾ ഇതിൽ ലോഗിൻ ആയിട്ടാണ് കിടക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതിൽ ലോഗിൻ ആയിട്ട് ഇങ്ങനെയാണ് വരിക. ഡിഫോൾട്ടായിട്ട് ലോഗിൻ ചെയ്യാനുള്ള അതായത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ID ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാം. രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, 10th സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പർ കൊടുക്കുക, പാസിംഗ് ഇയർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് പേര് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്യുക. ദെൻ നമ്മൾ ആ സെയിം പാസ്വേഡ് കൺഫേം ചെയ്യുക. എന്നിട്ട് ക്യാപ്ച കോഡ് അടിച്ച് രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി നമ്മളിതിൽ രജിസ്റ്റർ ചെയ്താണ്. ഞാനിപ്പോൾ അവിടെ എൻ്റെ മെയിൽ ID കൊടുത്തു, ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുത്തു, ക്യാപ്ച കോഡ് അടിച്ച് ലോഗിൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏതൊരു വീഡിയോയിൽ ഞാനിതിൽ രജിസ്റ്റർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ പഴയ വീഡിയോ നോക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വീണ്ടും രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന യൂസർ IDയും പാസ്വേഡും നമുക്കുണ്ടാവില്ല, അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ആക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലോസ്ഡ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലാറ്ററൽ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് RIC വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാം JRF അപ്രന്റീഷിപ്പ് ട്രെയിനിങ് പറഞ്ഞിട്ട് ഇവിടെ താഴെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഇത് അവിടെ കാണാൻ നിങ്ങൾക്ക് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണിട്ട് കാണാം. പബ്ലിഷ് ഡേറ്റ് 21 മാർച്ചാണ്, ക്ലോസിംഗ് ഡേറ്റ് 9 ഏപ്രിൽ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിലവിൽ വേറെ ഒന്ന് ആക്റ്റീവായിട്ടുള്ള ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് JRFൻ്റെ ഇതുണ്ട്. പിന്നെ അതിലേക്ക് താല്പര്യമുള്ളവർ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇപ്പോൾ ഞാനത് അതിൻ്റെ നേരെ അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാൻ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഏതാണ് ഇവിടെ നമ്മൾ ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഡിപ്ലോമയാണോ IT ആണോ വെച്ചാൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേജ് ലോഡാവും. അതിൽ നമ്മൾ ഏത് ട്രേഡാണ് ഫിറ്ററാണോ ഏതാச்சுം നമ്മളത് സെലക്ട് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അവിടെ ബ്രൗസിന് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം അവിടെ പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് മാത്രം എല്ലാം നമ്മൾ ചെയ്യേണ്ട. ഇപ്പോൾ PWDൻ്റെ ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്, AWSൻ്റെ ചോദിക്കുന്നത്, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ എന്താണോ, നിങ്ങളുടെ കാറ്റഗറി എന്താണോ അതാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഡിക്ലറേഷൻ പ്ലേസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് എന്താ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു തരാവുന്നതാണ്. അത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.